ഹലോ നമസ്കാരം. PSC ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസും ഒരു ഓവർവ്യൂവുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ 4ആയിട്ട് തരംതിരിക്കാം. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. സിലബസിൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന രീതിയിൽ മിഡീവൽ ഹിസ്റ്ററിയും മോഡേൺ ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ് കുറച്ചധികം വൈഡാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറില്ല. നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലെ ഒന്ന് നോക്കാം. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാറുള്ളത്. പരമാവധി 2 ചോദ്യം, അതും ഒരു പ്രാവശ്യം മാത്രം 2022 ചോദിച്ചിരിക്കുന്നത്. മിക്കപ്പോഴും ഒരു ചോദ്യത്തിലധികം ചോദിക്കാറില്ല, പലപ്പോഴും ചോദ്യങ്ങളെ വരാറില്ല. അങ്ങനെ 9 പ്രിലിമിനറി എക്സാമുകളിൽ നിന്നും ആകെ 8 ചോദ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. വളരെ വൈഡായിട്ടുള്ള ഒരു സിലബസിൽ നിന്നും ഇത്രയും കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് നഷ്ടമായതുകൊണ്ട് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം നമ്മൾ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസും ഏതൊക്കെ ടോപ്പിക്കുകളാണ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ പിന്നീട് വരുന്നതായിരിക്കും. ഇതുകൂടാതെ ബാക്കി 4 സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടും ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇതുവരെ 30 ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ആവറേജ് 3 ചോദ്യങ്ങൾ എന്തായാലും വരും. എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 5 ചോദ്യം വരെയും ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 1 ചോദ്യം മാത്രമായിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് 3 ചോദ്യങ്ങൾ വരാം എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ആവറേജ് 3 ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് വരുന്നത്. 4 ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ വന്നിട്ടുള്ള സമയമുണ്ട്. പക്ഷേ ആവറേജ് 3 ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും കൂടെ ചേർത്ത് മൊത്തം 61 ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഒരുപോലെ തന്നെ നമ്മൾ പ്രാധാന്യത്തോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 6 ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ വീതം. വളരെ വൈഡായിട്ടുള്ള ഒരു സിലബസ് ഒന്നും അല്ല ഇത്. പക്ഷേ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയുടെ പർട്ടിക്കുലർ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഈ 2 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. എന്തായാലും ആകെ 90 ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും കൃത്യം 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും കാണാറില്ല. 9 ചോദ്യങ്ങളും 8 ചോദ്യങ്ങളും 7 ചോദ്യങ്ങളും വരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയുണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യൻസിൽ ഈ 10 ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ ഹിസ്റ്ററിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വളരെ റാൻഡമായിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈ ചാർട്ടിലേക്ക് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും അറൗണ്ട് 42% നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും മിഡീവൽ ഹിസ്റ്ററിയും കൂടെ ചേർത്തിട്ട്. മിഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പർട്ടിക്കുലർ നോക്കുകയാണെങ്കിൽ 8.9% മാത്രമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കേരള ഹിസ്റ്ററിയിൽ നിന്നാണ്. 34.4% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 23.3% ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയും. ഇനി ചില ഒബ്സർവേഷനിലേക്ക് പോകാം. കേരള ഹിസ്റ്ററിയിൽ നിന്ന് 34.4% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണത്. രണ്ടാമതായിട്ട് സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന പോർഷൻസിൽ നിന്നാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചോദ്യങ്ങൾ വരുന്നത്. ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്സിൽ നിന്നും കൊളോണിയൽ പോളിസീസിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് മുഴുവൻ ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. കേരള ഹിസ്റ്ററിയും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടെ നമ്മൾ നോക്കുമ്പോൾ 68% മൊത്തത്തിൽ വരുന്നത്. കേരള ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ മലബാർ ഡിസ്ട്രിക്റ്റിലെ നാഷണൽ മൂവ്മെൻറ്റ്സ്,
സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മിഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് ജഹാംഗീറിൻ്റെയും അക്ബറിൻ്റെയും കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനും ആർട്ട്, ആർക്കിടെക്ചർ തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കൃത്യമായൊരു ബാലൻസിങ് കാണാം. ഇത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റേജ് നമുക്ക് അവിടെ കാണാം. 6ഉം 2ഉം 8 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വേൾഡ് ഹിസ്റ്ററി ഉപയോഗിക്കും. വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ആണ്. അതിൽ തന്നെ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്ന 3 ടോപ്പിക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന 2 ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സിലബസിലേക്കൊന്ന് നോക്കാം. ഡിഗ്രി ലെവൽ പ്രാഥമിക എക്സാമിനേഷനുള്ള സിലബസിൽ ഇത്തരത്തിലാണ് ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ തുടങ്ങുന്നവർ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, അതായത് ചട്ടമ്പിസ്വാമികൾ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ശ്രീനാരായണ ഗുരു തുടങ്ങുന്നവരെ കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ വേണം. അതില്ലാത്ത ഒരു ചോദ്യം നമുക്ക് പണ്ടത്തെ സിലബസിലും കാണാൻ സാധിക്കത്തില്ല, റിഫോംഡ് ആയിട്ടുള്ള സിലബസിലും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. നാഷണൽ മൂവ്മെന്റ്സ്, അതിൽ പ്രത്യേകിച്ച് തന്നെ ഗാന്ധിജിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് വരിക. ഇതാണ് സിലബസിൽ കവർ ചെയ്യുന്നത്. 1956 ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് വളരെ വാസ്റ്റായിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ അത് നമ്മളെല്ലാം നോക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കിയാൽ മതി. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ചരിത്രമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ വൈസ്രോയിമാരുടെയും ഗവർണർ ജനറൽമാരുടെയും ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇതുകൂടാതെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1857 റിവോൾട്ട്, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് മഹാത്മാഗാന്ധി ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ട് ഈ ഒരു ഫേസിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഈ 3 ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇന്ത്യൻ ഇൻഡിപെൻഡൻസും ബാക്കി വരുന്ന ഈ ഒരു ഭാഗങ്ങളിലുള്ള സിലബസിലെ ക്വസ്റ്റ്യൻസും വളരെ റാൻഡമായിട്ട്, റയറായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 എന്ന് പറയുന്ന ഭാഗത്ത് അടുത്ത കാലത്തായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എമർജൻസി, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ തുടങ്ങുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ തുടങ്ങുന്ന 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വരുന്ന 2 ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കൂടെ നോക്കണം. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, അതുകൂടാതെ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറയുന്ന ഭാഗവും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ഈ ഓരോ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളിലുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് എന്നൊക്കെയുള്ളത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.